കെ പി ശശികല പറയുന്നത് ഇതിലും വലിയ വെള്ളിയാഴ്ചയും വലിയ പെരുന്നാളും ഒന്നിച്ചു വന്നിട്ടുണ്ട്. ഗോദ്ര എന്താണ് ഗുജറാത്തുകാർക്ക് നന്നായി അറിയാം, ഹിന്ദുത്വം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഏത് ഭാര്യൻ കുഞ്ഞൻ ചാടിയാലും ചട്ടിയോളം അത്ര തന്നെ. സുഡാപ്പികൾ എന്തായാലും ബി.ജെ.പിക്ക് വോട്ട് ചെയ്യില്ല, ചെയ്യുന്നവരെയും ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നവരെയും മാറ്റിക്കാൻ എവിടെ വരെ കൊണ്ടുപോയേക്കുന്നു സുഡാപ്പികള്, മറ്റേ ഭാര്യൻ കുന്നൻ, എന്തിനാണ് ഇതൊക്കെ വിളിക്കുന്നത്? ഒരു ഇങ്ങനത്തെ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടാകേണ്ട, അതായത് നമ്മൾ ലൂസിഫർ കണ്ടിട്ടല്ലേ ഇത് കാണുന്നത്, ലൂസിഫറെ എച്ചാറിക്കിട്ട് പടം, അപ്പോൾ അത് കണ്ടിട്ട് ഇത് കാണുന്ന സമയത്ത് അതിന്റെ ബാക്കിയില്ലേ ഇത്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ലാലേട്ടൻ മുണ്ടുപോക്കി മറ്റേ നിക്കറും കാണിച്ചിട്ട് ഫൈറ്റ് ചെയ്തിട്ടില്ലാത്തതാണ് ചിലരുടെയൊക്കെ പ്രശ്നം. അതോടൊപ്പം തന്നെ ചിലർക്കാണെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞതാണ് പ്രശ്നം. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഇവിടെ തീരുമാനമെടുക്കാം. നമ്മുടെ ലാലേട്ടനെയും അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് എത്രയും പെട്ടെന്ന് ഈ നാട് കടത്തുക. നമ്മുടെ ഈ നാട് ഇന്ത്യയിൽ തന്നെ പറ്റുവാണെങ്കിൽ കടത്തുക. ഇനി ഇവർ മേലാൽ സിനിമ ചെയ്യരുത്, ലാലേട്ടനും ചെയ്യരുത്, പൃഥ്വിരാജും ചെയ്യരുത്. അതുകൊണ്ട് മുറവിളികൾ ഭയങ്കര ശക്തമായ രീതിയിൽ നടക്കുകയാണ്. എന്തുവാടേ ഇതിനും വേണ്ടിയിട്ട് മഹാഭാവം ആ സിനിമയ്ക്കകത്തുണ്ടോ? ഇതിന് ഇത്രയും ഹെയ്റ്റ് ഈ സിനിമ അർഹിക്കുന്നുണ്ടോ? ഓക്കെ, സിനിമയ്ക്കകത്ത് നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ കണക്ട് ആയിട്ടില്ല, സ്വാഭാവികമായിട്ടാണെങ്കിലും ചില കണക്ട് ആവാത്ത കാര്യങ്ങൾ ലൂസിഫറുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. ലൂസിഫർ എന്ന സിനിമയ്ക്കകത്ത് നടക്കുന്ന കേരളത്തിന്റെ ഇട്ടാവട്ടത്തിന്റെ അകത്ത് നടക്കുന്ന ഒരു രാഷ്ട്രീയം മാത്രം സംസാരിക്കുന്ന, ഒരു കുടുംബത്തിന്റെ അകത്തുള്ള കാര്യം മാത്രം സംസാരിക്കുന്ന ഒരു കഥയായിരുന്നുവെങ്കിൽ ഇവിടെ ഈ ഒരു സാധനം മാറി പല രാജ്യങ്ങളിലും രാജ്യാന്തരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വന്ന ഒരു സിനിമ, ആ സിനിമ ഇത്രയും ഹെയ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഇവിടെ പുഷ്പ വന്ന സമയത്ത് പുഷ്പയൊക്കെ വലിയ അന്യായ പടമെന്ന് പറഞ്ഞ മഹാത്മാക്കൾക്ക് ഇന്നിപ്പോ എമ്പുരാൻ വന്ന സമയത്ത് എമ്പുരാൻ അത് എന്തോ പാതകം ചെയ്ത് കൊടുത്ത സംഭവം പോലെയൊക്കെ ആയി മാറുന്നതിൽ എന്തു ആഡ് ചെയ്ത്? അതോ ഇനി ഈ നെഗറ്റീവ് ക്യാമ്പയിൻ തന്നെ ചിലപ്പോൾ ഇത് പ്രൊമോഷൻ വല്ലതാണ്, എനിക്കറിയത്തില്ല, മനസ്സിലാവുന്നില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് മലയാളികൾ അച്ചിലിരുന്ന് ഊക്കിക്കൊണ്ടിരിക്കുന്നു ഈ സിനിമയും സിനിമയുടെ പിന്നണി പ്രവർത്തകരെയും. അവിടെ മറ്റ് അന്യ ഭാഷയിലുള്ള ആൾക്കാരും അവിടെയും അതിനനുസരിച്ചിട്ട് അവർ ഊക്കി മറയ്ക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ പിന്നെ നമ്മുടെ നാട്ടിൽ വന്ന് ഇറങ്ങുന്ന മറ്റുള്ള അന്യഭാഷാ സിനിമകളൊക്കെ ഉണ്ടല്ലോ, കയ്യും കെട്ടി പൊക്കി അടിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ, ഈ പറഞ്ഞ പുഷ്പയാണെങ്കിലും മറ്റുള്ള സിനിമയൊക്കെ ആണെങ്കിലും അതൊക്കെ ഭയങ്കര ടോപ്പ് നോച്ച്, ഭയങ്കര വെൽ ക്വാളിറ്റി ഒക്കെ ആണല്ലോ. KGF-നൊക്കെ ഭയങ്കര കഥയും കാര്യങ്ങളും പശ്ചാത്തലമൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ ലാലേട്ടന്റെ പൃഥ്വിരാജ് സംവിധാനം ചെയ്തിട്ടുള്ള ഈ പറയുന്ന എമ്പുരാനും വളരെ മോശം സിനിമ. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനകത്ത് അഭിപ്രായം പറയാം, പക്ഷെ അഭിപ്രായമാണ്, അത് വിമർശനമാകാം, പക്ഷേ അത് കൊല്ലാക്കൊലയാവരുത്, കൊലപാതകമാവരുത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്നൊന്നായിട്ട് ഞാൻ പറയാം. ഇതിനകത്ത് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നതാണ്. ഒന്ന്, ഇതിനകത്ത് BJP അഥവാ സംഘപരിവാറിനെ ഭയങ്കരമായിട്ട് ഇതിനകത്ത് വിമർശിച്ചിട്ടുണ്ട്. ആ നമ്മുടെ ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളും അതിനകത്ത് മറ്റേ ഗർഭിണിയെ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ. രണ്ടാമത്തെ കാര്യം, ഈ കേരളത്തിന്റെ അകത്തുള്ള രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനിട്ട് നന്നായിട്ട് കൊട്ടുന്നുണ്ട്. എന്ത് വിമർശനത്തിനൊക്കെ അതീതരാണോ ഈ പറയുന്ന ഇടതുപക്ഷമാണെങ്കിലും ഈ പറയുന്ന കേന്ദ്രം ഭരിക്കുന്ന BJP ആണെങ്കിലും? എന്താ അവരെ എന്തിനു പറഞ്ഞ വല്ല പ്രശ്നമുണ്ടോ? അല്ല വിമർശിക്കാൻ പാടില്ലെന്ന് ഭരണഘടന പറയുന്നുണ്ടോ? ഭരണഘടന പറയുന്നതിന്റെ അപ്പുറത്തേക്ക് എന്താണ് ഈ സിനിമയ്ക്കകത്തുള്ളത്? അപ്പം അങ്ങനെ ഒരു സിനിമയെ ഇത്രയും മോശക്കാരമോ എന്തു എടുത്ത് വെച്ചേക്കുന്നത്? ഓരോ ചോദിക്കുന്നത് എന്തോ എടുത്ത് വെച്ചേക്കുന്നത്? എനിക്ക് ഈ പറയുന്ന ആൾക്കാരോടൊക്കെ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് റീൽ ഇട്ടിട്ടുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പരിചയമെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. വേറെ ഒന്നുമല്ല, ഇവരെ അങ്ങനെ പറയുന്നല്ല, ഇവർ ഇപ്പം ഇത്രയും വിമർശിക്കുന്നില്ലേ, അത്രയും വിമർശനം ആ സിനിമ അർഹിക്കുന്നുണ്ടോ? ഹൈപ്പ് കൊടുത്തു എന്ന് പറയുന്നത് ഏതാണ്ട് 5 വർഷത്തിന് മേളിലാണ് ലൂസിഫർ ഇറങ്ങിയിട്ട്. അന്ന് ലൂസിഫർ ഇറങ്ങിയ ദിവസം മുതൽ തന്നെ ഈ സിനിമ അനൗൺസ് ചെയ്യപ്പെട്ടതാണ്. അഥവാ അതിൻ്റെ എൻഡിൽ കൊണ്ട് നിർത്തുന്നത് ലൂസിഫറിന്റെ വരവാണ്, അത് എമ്പുരാന്റെ വരവാണ്. എമ്പുരാനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്, പ്ലോട്ട് വേറെയാണ്. അങ്ങനെയുള്ളൊരു സിനിമയെ എന്തിനാണ് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യണേ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. എമ്പുരാന്റെ ഒന്നാമത്തെ കാര്യം, ആ പടം ഇന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ അതിന്റെ പൈറേറ്റഡ് കോപ്പി ടെലഗ്രാമിലടക്കം വന്ന്, ഞാൻ ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരടുത്ത് പറയാനുള്ളത്, സത്യമായിട്ടും പറയാം, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. ഓക്കെ, ഇപ്പൊ എന്റെ കമന്റ് ബോക്സിൽ തന്നെ വന്ന് ഞാൻ പെയ്ഡ് റിവ്യൂ എന്ന് വെച്ചാൽ, മറ്റേ സിനിമയിൽ മോഹൻലാൽ പറയുന്നൊരു കാര്യമുണ്ട്, ഈ പറയുന്നവന്റെ തന്തയല്ല എൻ്റെ തന്ത. നമുക്ക് അതിന്റെ ആവശ്യമില്ല, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. എന്തിനാണ് ഞാൻ ഇഷ്ടപ്പെട്ടൊരു മൂവി കണ്ടു, ആ കണ്ട മൂവി എനിക്ക് റിലേറ്റ് ആയി, ഞാൻ അത് പറഞ്ഞു. അത് എൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് റിലേറ്റ് ആയിട്ടുണ്ടായിരിക്കില്ല, അത് നിങ്ങൾക്ക് പറയുകയും ചെയ്യാം. കണ്ടവർ അഭിപ്രായം പറയട്ടെ. സോ എന്താണെന്ന് കേൾക്കാം. മലയാള സിനിമയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഡീഗ്രേഡിംഗ് പലതരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം സംഘടിതമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലും മുഖമില്ലാത്ത ആളുകളോ അല്ലെങ്കിൽ വ്യാജ പേരുകളുള്ള ആളുകളൊക്കെയാണ് ഇത്തരം കമന്റുകൾ. ഇന്നായാലും നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ താഴെയായാലും ശ്രദ്ധിച്ചാൽ അറിയാം, തുടർച്ചയായി ഒരേ ആളുകൾ അല്ലെങ്കിൽ കുറച്ച് ആളുകളാണ് തുടർച്ചയായി കമന്റുകളൊക്കെ ഇടുന്നത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് കടന്നുപോയിരിക്കുന്നു. ഈ സിനിമ ചില രാഷ്ട്രീയം കൂടി പറയുന്നുണ്ട്. ഇത് ഗുജറാത്ത് കലാപത്തെ അടക്കം ഈ സിനിമ മുഖ്യ വിഷയമാക്കുന്നുണ്ട്. അതിശക്തമായി അത്തരം ഒരു രാഷ്ട്രീയം പറയുന്നത് കൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടി അനുകൂലിക്കുന്ന ചിലരുടെ ഭാഗത്തു നിന്ന് കൂടി അത്തരം ചില സംഘപരിവാർ ഇതിൻ്റെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ അകത്തൊക്കെ ഭയങ്കരമായിട്ട് നിശിതമായിട്ട് വിമർശിച്ചിട്ടാണ്. അരുൺ ഗോപിയാണ് നമ്മുടെ മുരളി ഗോപിയാണല്ലോ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പൊ പുള്ളിക്കാരൻ ലെഫ്റ്റ് എന്നുള്ള സിനിമ എടുത്തിട്ടുണ്ട്, ടിയാൻ എന്നുള്ള സിനിമ എടുത്തിട്ടുണ്ട്. അതിന്റെയൊക്കെ സ്ട്രക്ചർ പോയി നോക്കിയിട്ടുണ്ടോ? അയാൾ എന്താണ് അയാൾ നോളജ് റേഞ്ച് എന്നുള്ളത്? അയാൾ വിമർശിക്കുന്ന വെച്ചാൽ നാട്ടിൽ വിമർശിക്കപ്പെടാത്ത കാര്യമുണ്ടോ? മുല്ലപ്പെരിയാർ വിഷയം ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നുണ്ടോ?
ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാമ്പ് തന്നെ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ആ ഒരു വിഷയത്തിനെ കുറിച്ച് എവിടെയെങ്കിലും ആരെങ്കിലും അഡ്രസ് ചെയ്ത് പോകുന്നുണ്ടോ? ആ ഒരു വിഷയം നമ്മുടെ നാടിന്റെ ഭീതിയല്ലേ, ഭയമല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ 2 രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഇടതുപക്ഷവും കോൺഗ്രസിന് വിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലും കോൺഗ്രസിന് ഒരു ചെറിയൊരു തലോടലുണ്ട് എന്നുള്ളതാണ്. കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJP എന്തേടേ രാഷ്ട്രീയമല്ലേ, ഈ രാജ്യത്തിനെ ഭരിക്കുന്നവരല്ലേ, അവരെ വിമർശിച്ചുകൂടെ? രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. KP ശശികല അടക്കം അത്തരം ചില പ്രതികരണങ്ങൾ, ജയ നന്ദകുമാർ, അതോടൊപ്പം തന്നെ RSS നേതാവ് KP ശശികലയൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി. ായി എമ്പുരാൻ അലങ്കാരം ഉപമയോ ഉൾപ്രേക്ഷയോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. KP ശശികല പറയുന്നത് ഇതിലും വലിയ വെള്ളിയാഴ്ചയും വലിയ പെരുന്നാളും ഒന്നിച്ചു വന്നിട്ടുണ്ട്. ഗോദ്ര എന്താണ് ഗുജറാത്തുകാർക്ക് നന്നായി അറിയാം, ഹിന്ദുത്വം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഏത് ഭാര്യൻ കുഞ്ഞൻ ചാടിയാലും ചട്ടിയോളം അത്ര തന്നെ. സുഡാപ്പികൾ എന്തായാലും BJPക്ക് വോട്ട് ചെയ്യില്ല, ചെയ്യുന്നവരെയും ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നവരെയും മാറ്റിക്കാൻ. എവിടെ വരെ കൊണ്ടുപോയേക്കുന്നു സുഡാപ്പികള്, മറ്റേ ഭാര്യൻ കുന്നൻ, എന്തിനാണ് ഇതൊക്കെ വിളിക്കുന്നത്? സ്വാതന്ത്ര്യ സമര സേനാനികളെയും മറ്റുള്ള ആൾക്കാരെയൊക്കെ ഇതിനകത്ത് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട് എമ്പുരാന്റെ പ്ലോട്ട്, അതിനകത്ത് ആരാണ് ഖുറൈഷി, എബ്രാഹിം ഖുറൈഷി എന്ന് പറയുന്ന ആൾ ആരാണ്? അയാളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്ലോട്ടിൻ്റെ അകത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തുള്ള ഭരിക്കുന്ന പാർട്ടികളും അതിലേക്ക് വരുന്ന ഫണ്ടുകളും ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന മറ്റ് പലതരം മാഫിയകളും ഒക്കെ ഉള്ളൊരു ബന്ധം കാണിച്ചൊരു സംഭവമല്ലേ? ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്നതിൻ്റെ അന്ന് തന്നെ എൻ്റെ കഴുത്തിൽ കത്തിവെക്കുക എന്നുള്ളൊരു പരിപാടി നടക്കുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വ്യക്തിപരമായി വെരി പേഴ്സണലി ഇത് സത്യം പറയാൻ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ പോലെയാണ്. നമ്മുടെ മലയാളത്തിൽ ഇറങ്ങുന്ന ഒരു സിനിമയെ മലയാളികളാൽ കൊല്ലപ്പെടുക എന്നൊരു ദുരവസ്ഥ. ഇതിനെക്കാട്ടിലും ഇപ്പം പറയും ഇതെന്താ ഇങ്ങനെ. നമ്മൾ സീരിയസ്ലി എൻ്റെ കമന്റ് ബോക്സിൽ എൻ്റെ കമന്റ് കണ്ടു, നമ്മുടെ ഒരു നാട്ടിൽ ഇനി പാൻ ഇന്ത്യൻ സിനിമ വരത്തില്ല എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കും ആരും ഇതൊരു മോശം പടമാണെന്ന് പറയത്തില്ല. ബിലോ ആവറേജ് എന്ന് ചിലർ പറയുന്നു, ആവറേജ് എന്ന് പറയുന്നു, ചിലർ പറയുന്നു കുഴപ്പമില്ല, 1 ടൈം വാച്ച് ഓക്കെ ഒക്കെ പറയുന്നു. എല്ലാവർക്കും പറയും, ഞാനും പറഞ്ഞിട്ടില്ല അത് ഒരുപാട് പ്രാവശ്യം ചെന്ന് കാണാന്നുള്ളതല്ല, 1 ടൈം വാച്ചബിൾ ആണ്. ബട്ട് ആ ഒരു സമയത്തും നമുക്ക് ആ സമയം നഷ്ടപ്പെടുന്നില്ല. എനിക്ക് ആ കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. തുടക്കത്തിൽ വരുന്ന മറ്റൊരു സംസ്ഥാനത്ത് നടക്കുന്നത് മറ്റൊരു കലാപവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് മുതൽ അങ്ങോട്ട് ആ ഒരു സാധനം എൻഗേജ് ആക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലെങ്കിലും അതിൻ്റെ നരേഷൻ പറയേണ്ടേ, കഥ പറയേണ്ടടുത്ത് പിന്നെ കഥ പറയാതെ അപ്പോഴും മുണ്ടുപൊക്കി കാണിച്ചിട്ട് അടിച്ചുകൊണ്ട് നടന്നാൽ മതിയോ? അതായത് ഇവർ ഈ പറയുന്ന ആൾക്കാരുടെ എല്ലാവരും പ്രധാനം തരം ഉദ്ദേശിച്ച് പോയത് ലാലേട്ടൻ ഇരിക്കുന്നു കടവുള്ള പോലെ, അത് തുടക്കം മുതൽ അവസാനം വരെ കാപ്പവൻ ഇവൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റവനെ തൂക്കിയിട്ടടിക്കുന്നു, കാല് പൊക്കി അടിക്കുന്നു, നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറയുന്നു. അങ്ങനെ ഒരു റേഞ്ചിൽ നടക്കണം. അത് ഖുറൈഷി എബ്രഹാം ഇവിടെ നിന്നും വിദേശ രാജ്യത്ത് പോയിട്ട് ഇംഗ്ലീഷുകാരന്മാരോട് അത് പറയണം, നിന്റെ തന്തയല്ല എൻ്റെ തന്ത. അത് അടുത്ത് മറ്റേ ഉഗാണ്ടയിൽ പോയിട്ട് അവൻ്റെ അടുത്ത് പറയണം, നിന്റെ തന്തയല്ല എൻ്റെ തന്ത. അതുപോലെ പിന്നെ അവനെ ചെവരി ചേർത്തടിക്കുന്ന മറ്റവൻ ഗോമതിയുടെ ഇത് കണ്ടുകൊണ്ടിരിക്കും, അവനെ പോയി കൊല്ലണം. ഇങ്ങനെയുള്ള പരിപാടികളുടെ മാസമാണ് ക്ലാസ് എന്ന് പറയുന്നതെങ്കിൽ നമ്മൾ സത്യം പറയാം നമ്മുടെ സിനിമയുടെ ബോധത്തിനുള്ള ഒരു വളർച്ച എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം കൂടെ ചിന്തിക്കണം. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണിത്. ആര്യൻകുന്നല്ല ഓന്റെ ബാപ്പ വിചാരിച്ചാൽ നടക്കില്ല. ഉഷപൂജയും ഉച്ചപൂജയും ഒക്കെ മുറക്കി നടക്കട്ടെ. 2 പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട നേതാക്കൾ ജയ നന്ദകുമാറും KP ശശികലയും ഇവർ 2 പേരും ഈ സിനിമയ്ക്കെതിരെ ഇത്തരത്തിലേക്കുള്ള പോസ്റ്റുകൾ കൂടി വന്നുകൂടെയാണ് അതിവ്യാപകമായ തരത്തിലേക്ക് ഇത്തരം പ്രചരണം ശക്തമായത്. സിനിമ പറയുന്ന രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയക്കാർ ആ പോസ്റ്റുകൾ ഒരു സൈഡില് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ആൾക്കാർ സിനിമയെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നു. രാഷ്ട്രീയം നല്ലതാണ്, രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിക്കും. അതിന് വേണ്ടിയിട്ട് എന്താണ് ഇതിനകത്തുള്ളത്? എൻ്റെ കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചില സ്ത്രീകളാണ് കമന്റ് ഇട്ടിരുന്നത്, ഞാൻ അവരോട് തന്നെ പറയാം. പലരും ചോദിച്ചത് പെൺകുട്ടികളായിട്ട് കാണാൻ വേണ്ടിയിട്ട് പോകാമോ, ഗർഭിണികളെ കൊണ്ട്. ഞാൻ ഒരു കാര്യം മാത്രം പറയാം, ഗർഭിണികൾ ദയവായി ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ തിയേറ്ററിലേക്ക് പോകരുത്. വേറെ ഒന്നും കൊണ്ടല്ല, ആ ഒരു ശബ്ദം അത്രയും ഭയങ്കരമായിട്ട് ശബ്ദവും ഇങ്ങനെ ഉള്ളതിൻ്റെ ഇടയ്ക്ക് ഒരു വയറിനകത്തൊരു ഗർഭസ്ഥ ശിശുവിനെയും വെച്ചിട്ട് അത് അങ്ങനെ പോകുന്ന നല്ലതാണോ? ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം അത് തീരുമാനം എടുക്കാൻ. ദയവായി എൻ്റെ അഭിപ്രായത്തിൽ അത് പോകരുതെന്നുള്ളതാണ്. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ തുടക്കത്തിനകത്തുണ്ടാകുന്ന ചെറിയൊരു സീന്, ആ ഒരു സീന് ചിലപ്പോൾ ഒരു ഇറിറ്റേറ്റഡ് ആയേക്കാം. കൊച്ചുകുട്ടികൾക്ക് അത് അത്ര വലിയ സംഭവം ഒന്നുമല്ല, കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ, എങ്കിലും അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും ആ സിനിമയ്ക്കകത്തുണ്ട്. എന്ത് വിശാലമായിട്ട് സിനിമാറ്റിക്കിൽ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് നമുക്ക് ചെയ്തു വെച്ചേക്കുന്ന ആ സിനിമയ്ക്കകത്ത്. പിന്നെ ചില സ്ഥലങ്ങളിലെങ്കിലും മ്യൂസിക്കിന്റെ BGMന്റെ കാര്യം പറയുന്നത് ഓക്കെ, നമുക്ക് ഇത് ചെയ്യാം. പക്ഷേ എല്ലാം ഒരു പരീക്ഷണമല്ലേ? എല്ലാ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളിലും കൂടെ അല്ലേ പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാവേണ്ടത്. 6 വർഷത്തിന് മുമ്പ് അനൗൺസ് ചെയ്ത പടം, 5 വർഷത്തിന് മേളിൽ അനൗൺസ് ചെയ്ത പടം ഇപ്പോൾ വരുന്ന സംഭവത്തിനകത്ത് മാസ് അറ്റാക്ക്. അഭിപ്രായമല്ല ഇത്, ഇതാണ് ഹെയ്റ്റ്. ഇത് അഭിപ്രായം എന്ന് പറയാൻ പറ്റൂ? ഒരു സിനിമയെ വിമർശിക്കുന്നത് എങ്ങനെയാ? ആ ഒരു സിനിമയ്ക്കകത്തുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആണെന്നൊക്കെ പറയുന്നില്ലേ വിമർശനം. അല്ലാതെ ഹെയ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇത് പർപ്പസ്ഫുള്ളി ഇത് കൊള്ളത്തില്ല, വൃത്തികെട്ട പടം എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നതാണ്, തന്തയ്ക്ക് വിളിക്കുന്നതൊക്കെയാണ്, അതിനാണ് ഹെയ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ എൻ്റെ കമന്റ് ബോക്സിൽ കണ്ട പല കമന്റുകളും മറ്റ് പല കമന്റ് ബോക്സുകളിൽ ഞാനും കാണുന്നു. ഇതൊക്കെ ആരാണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേക അജണ്ട സെറ്റ് ചെയ്ത ആൾക്കാരുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? എന്തിനി മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമ അത് വിജയിക്കാൻ പാടില്ലെന്ന് ആരൊക്കെയോ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചേക്കുവാണ്.
എന്നാൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ജയ നന്ദകുമാർ അടക്കം വിടുമ്പോഴും അതിന്റെ പിന്നിൽ മറ്റു ചില ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. ഇവിടെ സെൻസർ ബോർഡിൽ ആളുകളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്, എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സിനിമയ്ക്ക് സെൻസർ ബോർഡ് അംഗീകാരം നൽകിയത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. മോഹൻലാലിനെതിരെയും അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് സെൻസർ ബോർഡ് എന്താണ് ഈ സിനിമയ്ക്ക് അംഗീകാരം നൽകിയത്? ചുരുളി സിനിമ ഇറങ്ങിയ നാടാണ്, നമ്മുടെ മാർക്കോ ഇറങ്ങിയ നാടാണ്. ഈ സിനിമയ്ക്ക് സെൻസർ കൊടുത്തതിനാണോ പ്രശ്നം? ഈ സിനിമ ഇറങ്ങാൻ പാടില്ലെന്നാണോ? അതിനകത്ത് അമ്മാതിരി വയലൻസ് ആണ് ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നതാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവരൊക്കെ? അപ്പോൾ ഈ നമ്മുടെ ഇന്റർനാഷണൽ മൂവീസ് ഒക്കെ കണ്ടേച്ച് എന്ത് പറയും? ഇതൊക്കെ കണ്ടിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഒന്നും വേണ്ട, ഹ്യൂമൻ സെന്റിപ്പേഡ് ഒന്നും കാണണ്ട, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു റോങ് ടേൺ എങ്കിലും ഒന്ന് കാണുക, ഒരു 2-3 പാർട്ട് അത്രയെങ്കിലും ഒന്ന് കണ്ടാൽ മതി. ഇതൊന്നും അല്ല, അതിന്റെയൊക്കെ എക്സ്ട്രീം ആയിട്ടുള്ള പടം കണ്ടാൽ നമ്മൾ അറപ്പ് വന്ന് പിന്നെ 2-3 ദിവസം ഹാങ് ഓവർ വിട്ടുമാറാത്ത പടങ്ങളുണ്ട്. അത് തിയേറ്ററിൽ പോലും പോണ്ട, തിയേറ്ററിൽ പോയി ചത്തു, അല്ലാതെ തന്നെ ഫോണിൽ കണ്ടാലും മതി. പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്ത് എന്തിനാണ് ഇത്രയും മാത്രം മോശം? എനിക്ക് മനസ്സിലാവുന്നില്ല. പൃഥ്വിരാജിനെതിരെയൊക്കെ അതിനിശ്ചിതമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. പൃഥ്വിരാജ് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആളാണ്. പൃഥ്വിരാജിന് രാജപ്പൻ എന്നുള്ള വിളി വന്നു. രാജപ്പൻ, പണ്ട് രാജപ്പൻ വിളി ഒരുപാട് കേട്ടിട്ട് വന്ന ഒരാളാണ്. അയാൾ എങ്ങും പറഞ്ഞിട്ടില്ല ഈ സിനിമ ഇന്റർനാഷണൽ ലെവലിൽ ഈ സിനിമ മറ്റുള്ള എല്ലാ സിനിമകളെ കടത്തി വെട്ടുന്ന ഒരു സിനിമയാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാനൊരു ചെറിയ സിനിമ ചെയ്തു എന്നാണ് പൃഥ്വിരാജ് അവകാശപ്പെട്ടത്. മമ്മൂക്ക ആ സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞു, പൃഥ്വിരാജ് ചെയ്ത വലിയ പടം ഞാൻ കണ്ടു എന്നുള്ള കാര്യം പറഞ്ഞു. അത് ബാക്കിയെല്ലാം പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തു. അപ്പോൾ എല്ലാവരും പ്രേക്ഷക പ്രതീക്ഷ ഇതായിരുന്നു. അതായത് ഒന്ന് പറയുന്നത് പൃഥ്വിരാജാണ് എടുത്തേക്കുന്ന 2 പടം, ഒന്ന് ലൂസിഫർ, 2 ബ്രോഡാഡി. ഈ 2 പടവും നമ്മൾ കണ്ടതാണ്, പൃഥ്വിരാജിന്റെ കഴിവ് നമ്മൾ കണ്ടതാണ്. അപ്പൊ പൃഥ്വിരാജ് ഇത്രയും വളരെ വലിയൊരു ടീമുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരോ കാസ്റ്റിനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു, വലിയ ഒരു ക്യാമിയോ റോളിൽ ഒരു ആൾ വരുന്നു. അപ്പൊ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഹ്യൂജ് എക്സ്പെക്ടേഷൻ ഉണ്ട്. പക്ഷേ എക്സ്പെക്ടേഷൻ ഹ്യൂജ് ആണെങ്കിലും ആ നറേഷൻ പാർട്ട് എന്തായിരിക്കും, നോൺ ലീനിയറിന്റെ അകത്ത് വരാൻ സാധ്യതയുള്ള കാര്യം, അതിനകത്ത് ഇതിന്റെ മുൻകാല ചരിത്രങ്ങളും അതിനകത്തുള്ള കഥാപാത്രങ്ങളുടെ എങ്ങനെയാണ് തുടക്കം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ പിന്നെ ആ കഥ പറയേണ്ട സ്ഥലങ്ങളിലെല്ലാം മറ്റേ കടവളെ പോലെ ഇട്ടിട്ട് മറ്റേ വെള്ളം നിക്കറിട്ടിട്ട് ലാലേട്ടൻ നിന്റെ തന്തയല്ലടാ എന്റെ തന്ത, എന്റെ പിള്ളേർ തൊടുന്നോടാ, ഇത് ചെയ്തുകൊണ്ടിരിക്കണോ വാഴപ്പണയ്ക്കകത്ത് പോയിട്ട്. അഭിനയിക്കാൻ പോയ ആളാണ് മോഹൻലാലിനെ അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ട് അദ്ദേഹം പോയില്ല. ഇത്തരം വിഷയങ്ങളടക്കം എടുത്തുകൊണ്ടാണ് അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന് മോഹൻലാൽ പോവാത്തത്. ഈ എമ്പുരാന്റെ സിനിമയിലൂടെ തീർക്കുന്ന കലിപ്പ് എന്തൊരു രാഷ്ട്രീയമാണ്, എന്തൊരു രാഷ്ട്രീയ അരാജകത്വമാണ്, എന്തൊരു രാഷ്ട്രീയ അന്ധതയാണ്. ഒരു സിനിമയോടാണോ ഇതൊക്കെ തീർക്കേണ്ടത്? എത്രയോ ആൾക്കാർ അതിന്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. പണം മുടക്കിയതൊക്കെ പോട്ടെ, എത്ര ആൾക്കാർ ഇതിന്റെ പുറകെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലേ, കുറെ ആൾക്കാരുടെ കഴിവുകൾ സമന്വയിപ്പിച്ചുകൊണ്ട് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് കൊണ്ടുവിടുന്ന സാധനത്തിനെ ഇന്നലകളിൽ ഉണ്ടായിട്ട കാര്യങ്ങൾ, അയോധ്യയിലത്ത് അദ്ദേഹം പോവാത്തത്, രാമക്ഷേത്രത്തിന്റെ ശില ഇടുന്നതിന് പുള്ളിക്കാരൻ പോവാത്തതൊക്കെ ഇപ്പോഴാണ് കണക്ട് ചെയ്യുന്നത്. ഇവരൊക്കെ എപ്പോഴാണ് ഈ ലാലേട്ടൻ ഈ പൃഥ്വിരാജൊക്കെ ഇവർക്ക് ശത്രുക്കളായിട്ട് മാറുന്നത്? ഞാൻ പറയുന്നത് നിലപാടെടുക്കുന്നവനെ എറികൊള്ളേണ്ടി വരും എന്നുള്ളത്. അടിപൊളി. തരത്തിലേക്കുള്ള ഒരു ഡീഗ്രേഡിംഗ് അല്ലെങ്കിൽ ഒരു സിനിമയെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലേക്കുള്ള പ്രചരണം നടക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ സിനിമയ്ക്കുണ്ട്. അങ്ങനെ ഒരു ഡീഗ്രേഡിംഗ് പ്രചരണം ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പേരില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ മുഖമില്ലാത്ത ആളുകളുടെയൊക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകൾ തുടർച്ചയായ കമന്റുകൾ ഇടുക എന്നുള്ളതായിരുന്നു. ഇന്ന് ഇപ്പോൾ അത് മാറിക്കൊണ്ട് സമൂഹത്തിലെ പ്രധാനപ്പെട്ട 2 പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട 2 പേർ തന്നെ നേരിട്ട് വന്നിരിക്കുന്നു. എന്നാൽ ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാവ് MD രമേശ് ഇതിനെ സിനിമയെ കാണണം എന്ന തരത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. സല്യൂട്ട് MD രമേശ്. അല്ലെങ്കിൽ പക്വതയുള്ള കുറേ അധികം കാര്യങ്ങൾ പുള്ളിക്കാരെ പബ്ലിക്കലി പറയുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ആശയത്തിന്റെ വിയോജിപ്പുകളുണ്ടെങ്കിൽ ചില ആൾക്കാരെയൊക്കെ ഈ നമ്മുടെ എതിർ രാഷ്ട്രീയത്തിന്റെ അകത്ത് നിൽക്കുന്ന M മുകുന്ദൻ, പിന്നെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് ഇത് നമ്മുടെ ഈ BJP നമ്മുടെ സംഘപരിവാറിൻ്റെ അകത്തൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ അധികം നല്ല മനുഷ്യരെ നമ്മൾ പബ്ലിക്കലി അവർ പറയുന്ന കാര്യങ്ങളുടെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു മതത്തിനെ അങ്ങനെ അവഹേളിക്കുന്ന തരത്തിലേക്കല്ല. അവർ ചില ആശയങ്ങളിൽ ഉറച്ച് നിൽക്കുന്നെങ്കിലും അവരല്പം മാന്യത പുലർത്താറുണ്ട്. ചിലരുണ്ടല്ലോ ഈ വാ തുറന്നു കഴിഞ്ഞാൽ മറ്റേ ക്ലോസറ്റ് തുറന്നതുപോലെയാണ്. അത് ഇതിൽ മാത്രമല്ല, മറ്റ് പല ഇതര വർഗീയ സംഘടനകളുടെ ഭാഗമായിട്ട് പല ആൾക്കാരും അങ്ങനെയാണ്. വാ തുറന്നു കഴിഞ്ഞാൽ ക്ലോസറ്റ് പോലെയാണ്. മറ്റുള്ളവന്റെ മതത്തിനെയും കുറ്റം പറഞ്ഞ് മതം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. എന്നിട്ട് സ്വന്തം മതത്തിന്റെ അകത്ത് കുടിയിരിക്കുകയും ചെയ്യും. എന്നിട്ട് മറ്റു മതങ്ങളെ കുറ്റം പറയുകയും ചെയ്യും. എന്നിട്ട് ഇവരെല്ലാവരും പറയുന്നത് ഇവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരെന്നാണ്. അതിന്റെ ഇടയിലാണ് ഈ ചെകുത്താന്റെ സന്തതി, ചെകുത്താനായിട്ടുള്ള ലൂസിഫറിന്റെ എമ്പുരാൻ വരുന്നത്. ഇവരെല്ലാവരും കാണാനും പറഞ്ഞ ഒരുപാട് ഇതിൽ MD രമേശ് പറഞ്ഞത് സിനിമയായി കാണണം എന്നതാണ്. നമുക്കറിയാം പല ചിത്രങ്ങളും ബഹിഷ്കരിക്കുന്നതും ചില ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ അനുവദിക്കാത്തതും ചില റിലീസിൽ തിയേറ്ററുകളൊക്കെ തല്ലിപ്പൊളിക്കുന്നതും ഒക്കെ കേരളത്തിലല്ല നമ്മൾ പുറത്തൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇത് ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പത്താൻ സിനിമയ്ക്കകത്തല്ലേ ഈ ദീപിക പതുക്കോൺ അഭിനയിച്ച് കാവി കളറിലുള്ള എന്തോ ഒരു ഇന്നർ എന്തോ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ചെന്നോ അപമാനിച്ചെന്നോ അത് ആണോ? ആ സിനിമയല്ലേ അത് ഇറക്കാൻ സമ്മതിക്കില്ലെന്നോ അതിനെതിരെ ഓടിക്കാൻ സമ്മതിക്കത്തില്ലെന്നോ പറഞ്ഞ് അതല്ലേ 1000 crores ബ്രേക്ക് ചെയ്ത പടം ആണോ? ഇല്ലെങ്കിൽ തിരുത്തണം. ഇത് അങ്ങനെ ഒരു സംഭവം വടക്കേ ഇന്ത്യയിൽ അന്ന് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കൊള്ളാം. ആ തരത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ പ്രതിഷേധത്തിന്റെ ആഹ്വാനമായോ അല്ലെങ്കിൽ ബഹിഷ്കരണത്തിന്റെ ആഹ്വാനമായിട്ടോ ഒക്കെ വരുന്നുണ്ടോ? ആ നിലയിലേക്കൊക്കെ രൂപപ്പെടുന്നുണ്ടോ?
അത്തരത്തിലേക്കുള്ളൊക്കെ രൂപപ്പെടാൻ ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്തരം പോസ്റ്റ് ഈ രണ്ട് പ്രധാനപ്പെട്ട ആളുകളിൽ നിന്ന് ഉണ്ടായത്. പക്ഷേ കേരളത്തിന്റെ ഒരു പൊതു സാമൂഹിക സാഹചര്യത്തിൽ ഒരു മോഹൻലാൽ പ്രധാന നായകനായി വരുന്ന ഒരു സിനിമ, ആ സിനിമയെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രായോഗികമായി അത് എത്രത്തോളം നടക്കുമെന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെ ഒരു ആഹ്വാനം നൽകിയാൽ തന്നെ സ്വാഭാവികമായും അതിനെതിരായി കുറെ ആളുകളുടെ പ്രതികരണം ഉണ്ടാവുകയും കൂടുതൽ ആളുകൾ സിനിമയിലേക്ക് വരാനൊക്കെയുള്ള സാഹചര്യമുണ്ട്. ഏകദേശം ഒരാഴ്ചയ്ക്കുള്ള സിനിമ ടിക്കറ്റ് ഓൾറെഡി ബുക്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഒരാഴ്ച കൊണ്ട് ഇനി നെഗറ്റീവ് കമന്റ് വന്നാൽ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്താലും ഒന്നും ആ സിനിമയെ അങ്ങനെ ഒരാഴ്ചത്തേക്ക് കാര്യമായി ബാധിക്കാൻ പോകുന്നില്ല. അത്തരത്തിലേക്കുള്ള ഒരു നീക്കത്തിലേക്കൊന്നും സാധാരണഗതിയിൽ സാമാന്യ ബുദ്ധിയുള്ള ഒരാളും അങ്ങനെ നീങ്ങുമെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയെ മനഃപൂർവ്വമായിട്ടെങ്കിലും കൊല്ലാക്കൊല ചെയ്യണമെന്ന് ചില ആൾക്കാരങ്ങ് വിചാരിക്കുന്നുണ്ട്. അതിന് കാരണം എന്തറിയാം, ഇവരെ വിമർശിച്ചതാണ്. ഇവിടെ നേരാമണ്ണം ഒന്ന് മാധ്യമങ്ങളെ കാണാത്ത നേതാക്കളൊക്കെ ഉള്ള നാടാണേ. ആരെ? മാധ്യമങ്ങളെ നേർക്കുനേരെ കണ്ട് സംസാരിക്കാനും സമ്മതിക്കാനും തയ്യാറാകാത്ത തലപ്പത്തുള്ള ആൾക്കാരൊക്കെ ഭരിക്കുന്ന നാട്ടിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ടാണ് ഇവർ മറ്റൊരുത്തൻ ചെയ്ത അവന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അകത്ത് കയറി കുറ്റം പറഞ്ഞുകൊണ്ട് അവൻ അത് ചെയ്യാൻ പാടില്ല, ഇതെന്തിനാണ് നീ ചെയ്തത്, ഇതെന്താ പറഞ്ഞെന്ന് പറയുന്നത്. ഓക്കെ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവാം. അഭിപ്രായം പറയുന്നതിനെ നമുക്ക് വിമർശിക്കാം. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാലൊരു നെറുകെട്ട പരിപാടി, പറയാതിരിക്കാൻ നിവർത്തിയില്ല. അടുത്തത് എന്താണ്? കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ തയ്യാറാവണം. ഗോദ്ര കലാപമാണ് രാജപ്പൻ ഈ സിനിമയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. കലാപത്തിന് മുന്നേ അയോധ്യയിൽ പോകുന്ന തീവണ്ടി തടഞ്ഞു വെച്ച് 100 കണക്കിന് കുഞ്ഞുമക്കളെയും അമ്മമാരെ തീ വെച്ച് കൊന്നതോട് കാണിക്കണമായിരുന്നു. അത് കാണിക്കാതെ പോകുന്ന രാഷ്ട്രീയം ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ഈ സാധനത്തിൻ്റെ അകത്ത് ഇങ്ങനെ അതാ പറഞ്ഞേ, ഈ പ്ലോട്ടുകൾ അവർ തന്നെ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് എന്തൊക്കെയാണോ വേണ്ടത് അത് മാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വിമർശിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതെല്ലാം കൂടെ കാണിച്ചാലാണെങ്കിൽ അതിനൊരു തുടക്കം ഉണ്ടാവില്ലേ? ഇങ്ങനെ തുടങ്ങി പിന്നാലെ പോയി കഴിഞ്ഞാൽ ആ സിനിമ മറ്റൊരു ഹിസ്റ്റോറിക്കൽ എപ്പിക്കൽ മൂവിയാണോ, ഡ്രാമാറ്റിക്കൽ ഒരു സാധനം അങ്ങനെ ആയിട്ട് മാറും. ഈ പറയുന്ന എമ്പുരാൻ കേരളത്തിൽ ഇപ്പോൾ ഒരുതരം പ്രത്യേക മതതരത്വമാണ്. 51 വെട്ട് ലെഫ്റ്റ് റൈറ്റ് ഈ സിനിമയൊക്കെ തിയേറ്റർ കണ്ടിട്ടുണ്ടോ ചേച്ചി? കേരളത്തെക്കുറിച്ച് അങ്ങനെ പൊക്കി അടിക്കല്ലേ, നാണമാകുന്നു. മോഹൻലാൽ ആകെ 45 മിനിറ്റ് മാത്രമേ ഉള്ളൂ, ഡയലോഗ് വളരെ കുറവ്, മേക്കിംഗ് പൊളിയാണ്. കേരള സ്റ്റോറി ബാൻ ചെയ്യുകയും കാശ്മീർ ഫയൽസ് ഒതുക്കാൻ ശ്രമിച്ച നാടാണ് നമ്മുടേത്. നല്ല മൂവിയാണ്, ആരും അതിനെ നശിപ്പിക്കരുതേ. ആൾക്കാർ പറയുന്നു. ഗോദ്രി ട്രെയിൻ കത്തിച്ചവരെ കുറിച്ച് പറയുന്നില്ല. ഭാര്യയും കുന്നനായി പൃഥ്വിരാജ് അഭിനയിക്കുന്നത് സംഘവിഭാഗം നൽകിയ മറുപടിക്ക് BJP അനുകൂലിയായ മോഹൻലാലിനെ വെച്ച് പകരം വീട്ടലാണിത്. എന്തൊക്കെയാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ അണ്ണാക്കിൽ കൊടുത്തു. കൃത്യമായ ഇന്ത്യൻ പൊളിറ്റിക്സ് ചൂണ്ടിക്കാണിച്ച് എമ്പുരാൻ ടീമിന് ബിഗ് സല്യൂട്ട്. പൃഥ്വിരാജ്, മുരളി ഗോപി. ഞാൻ ഫാമിലി 12 ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. എന്തിനാണാവോ? ഓക്കെ, ഇവർക്കൊക്കെ ഇന്ന് ടിക്കറ്റ് കിട്ടില്ല, നാളത്തേക്ക് ഷോയ്ക്ക് ബുക്ക് ചെയ്തു. ഓക്കെ, കേരള സ്റ്റോറി. ഇത് ഇങ്ങനെ ഹെയ്റ്റ് ക്യാമ്പയിൻ അങ്ങനെ പോകുന്നു. പിന്നെ കുറേ ആൾക്കാർ പറയും നമ്മുടെ അശ്വന്ത് ഗോക്ക് എന്തോ വലിയ അപരാധം ചെയ്തെന്നൊക്കെ പറയുന്നു. അശ്വന്ത് ഗോക്ക് അങ്ങനെ അപരാധം ചെയ്തോ? എനിക്കറിയത്തില്ല, ഒന്ന് കണ്ടു നോക്കാം. ഒരു ഇങ്ങനത്തെ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടാകേണ്ട, അതായത് നമ്മൾ ലൂസിഫർ കണ്ടിട്ടല്ലേ ഇത് കാണുന്നത്. ലൂസിഫറെ എച്ചാറിക്കിട്ട് പടം. അപ്പോൾ അത് കണ്ടിട്ട് ഇത് കാണുന്ന സമയത്ത് അതിന്റെ ബാക്കിയില്ലേ ഇത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ലേ? അങ്ങനെ കണ്ടപ്പോഴും ഭയങ്കര നിരാശയാണ് ഫസ്റ്റ് ഹാഫ് കണ്ട സമയത്ത് ഉണ്ടായിട്ടുള്ളത്. അയ്യോ ഇതും പോയോ എന്നുള്ളൊരു അവസ്ഥ തന്നെയാണ് തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് ഹാഫ് കണ്ട സമയത്ത്. പിന്നെ അതിന് കുറച്ചെങ്കിലും ഒരു മാറ്റം വന്നത് സെക്കൻഡ് ഹാഫ് തുടങ്ങിയതിന് ശേഷം, ഇൻട്രോന് ശേഷം. പിന്നെ അതിൽ പുള്ളി മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിപ്പം എത്ര മിനിറ്റ് ഉണ്ട്? 10 മിനിറ്റോളം, 10-15 മിനിറ്റ് ഉണ്ട്. ഓക്കെ, എന്തായിരുന്നാലും പുള്ളിയുടെ കമന്റ് ബോക്സ് 11,000 കമന്റ് ഉണ്ട്, നമുക്ക് നോക്കാൻ പറ്റത്തില്ല. എന്നാലും തുടക്കത്തിലുള്ള കുറച്ച് കമന്റ്. കേരളം കണ്ണിലെണ്ണ മണ്ണെണ്ണയും കാഴ്ച. ഓക്കെ, അതല്ല നിങ്ങളെപ്പോലെ സംസാരിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞ യഥാർത്ഥ കാര്യം, ട്രൂ റിവ്യൂ. ഞാൻ ഇന്ന് ഇത്രയും കൃത്യമായി എമ്പുരാൻ സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പുറത്ത് ഷവസാമിന് വരാൻ മുഴുവൻ പറയാൻ പേടി. ഇങ്ങേരുത്, ഇത് തന്നെ അണ്ണൻ്റെ വിജയം. മുരളി ഗോപി കഥ എഴുതിയതിനിടയ്ക്ക് ചായ കുടിക്കാൻ പോയപ്പോൾ സിജോ ജോസ് ആന്റണി പൃഥ്വിരാജ് എഴുതിപ്പിച്ച. ഓക്കെ, ഇനി ഇതിനകത്ത് ഇപ്പം ചില വിമർശനങ്ങൾ കാമ്പുണ്ടെന്ന് പറയുന്ന 1-2 കാര്യങ്ങൾ പറയാതിരിക്കാൻ, അത് സത്യമായിട്ടുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ആന്റണി പെരുമ്പാവൂർ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയില്ല. ലാലേട്ടൻ്റെ സിനിമയ്ക്കകത്ത് അത്യാവശ്യം കുത്തിക്കയറ്റി വയ്ക്കുന്നൊരു കുമ്മനടിക്കുന്ന പരിപാടി. അത് നമ്മുടെ ദൃശ്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. അദ്ദേഹത്തിന് ചിലപ്പം ഒരു ഫാൻ ബോയ് സെറ്റപ്പാണ് ഈ സിനിമ പോലെ. ശരിക്കും പൃഥ്വിരാജ് ഒരു റിയൽ ഫാൻ ബോയ്, മോഹൻലാലിൻ്റെ ഒരു റിയൽ ഫാൻ ബോയ് പോലെ തോന്നിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഒരു ട്രിബ്യൂട്ട്, ഒരു മൂവി പോലെയൊക്കെയാണ്. അതിനകത്ത് ലാലേട്ടൻ്റെ മിക്കപ്പോഴും കോട്ടിട്ടുകൊണ്ട് നടക്കുന്നതൊക്കെയാണ് പരാതി. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ലാലേട്ടൻ നിക്കറിട്ടുകൊണ്ട് നടന്ന് മറ്റേ വാഴപ്പണയ്ക്കകത്ത് പോയി ഒരു തന്നെ ഇങ്ങനെ കാല് പൊക്കി വെച്ച് ഒരു 5 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ അത് മാസ്. ഓക്കെ, കടവുള പോലെ വേണം, പിന്നെ എമ്പുരാനെയൊക്കെ ആ ഒരു വിളിയൊക്കെ വേണം. ബാക്കി കഥ പറയാനൊന്നും പാടില്ല. ഓക്കെ, കഥ പറഞ്ഞ അലമ്പായി പോകും. സോ പോട്ടെ. ഇനി ഈ പറഞ്ഞ നമ്മുടെ അണ്ണനെ കൊണ്ട് കയറ്റിയത് ആന്റണി പെരുമ്പാവൂരിന്റെ ആ ഒരു സംഭവം, ശരിക്കും പറഞ്ഞാൽ മുമ്പിൽ ഒരു AK-47 വെച്ചുകൊണ്ട് ഒരാൾ നിന്നത്, നീ നിനക്ക് അസുഖമുണ്ടോ മറ്റതുണ്ടോ മറിച്ചുണ്ടോ എന്നൊക്കെ പറയുന്നത് പോലത്തെ ചില പരിപാടികൾ. ഓക്കെ, അത് കുത്തിക്കയറ്റലിന്റെ കാര്യങ്ങളൊക്കെ ശരിക്കും. പക്ഷെ അയാൾ അത് ചെയ്തേക്കുന്നത് മോശമാണെന്ന് എനിക്ക് തോന്നിയ, അങ്ങനെ മോശമായിട്ട് തോന്നിയിട്ടില്ല. ബട്ട് ആന്റണി പെരുമ്പാവൂരായിട്ടിരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും, അത്രേ ഉള്ളൂ. ഒരു ക്യാരക്ടർ ആണെന്നുള്ളൊരു ഇല്ലല്ലോ. അപ്പം അതുകൊണ്ടായിരിക്കണം അത് ആ ഒരു കാര്യത്തിനെ കുറിച്ച് കുറച്ച് ആൾക്കാർക്കെങ്കിലും അതിനകത്തൊരു എതിരഭിപ്രായമൊക്കെ ഉള്ളത്. പിന്നെ
പിന്നെ ചില സ്ഥലങ്ങളിലെങ്കിൽ ചിലയിടത്ത് BGM-ന്റെ ഒരു ഫ്ലോ വന്നിട്ടില്ല എന്നുള്ള കാര്യം. അതർവൈസ് എനിക്ക് ഗൂസ് ബംസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ ഇരുന്ന് തന്നെയാണ് കണ്ടത്. ഗൂസ് ബംസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ചില സമയങ്ങളിൽ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങോട്ട് നമ്മളിങ്ങനെ അഡ്രിനാലിൻ റഷ് ഉണ്ടായി. ഞാൻ സീരിയസ് ആയിട്ട് പറയാ, അത്രയും ഒരു പീക്കിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തരത്തിലേക്ക് ഉണ്ടായിരുന്നു. സോ ഇത് ഫുൾ ടൈം ആ ഒരു സിനിമയുടെ മുഴുവൻ സമയത്തും ആക്ഷൻ മാത്രം നിർത്തുന്നതല്ല, അതിൻ്റെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. അത് സിനിമാ നിരൂപകർക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം നോൺ ലിനിയറിലേക്ക് പോകുന്നൊരു സിനിമ, ആ സിനിമയ്ക്കകത്ത് തുടക്കം മുതൽ അവസാനം വരെയും പല തരത്തിൽ പ്ലോട്ടുകൾ ട്വിസ്റ്റ് ആവുന്നുണ്ട്, ടേൺ ചെയ്യുന്നുണ്ട്, അതിനകത്തുള്ള പലതിനും കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ കണക്ട് ചെയ്യിപ്പിക്കുന്നതിനകത്ത് യഥാർത്ഥ റിയൽ സ്റ്റോറി വിട്ടുപോകാതിരിക്കണം. ഖുറേഷിയുടെ തിരോധാനം ഇവിടെ നിന്നുണ്ടായത് തിരിച്ചു വരുന്നത്, അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. സോ അതെല്ലാം കണക്ട് ചെയ്ത ഒരു സിനിമ വെൽ എക്സിക്യൂട്ടഡ് ആയിട്ട് ഈ സാധനം പ്രസന്റ് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആസ് എ ഫിലിമിനെ ഇഷ്ടപ്പെടുന്ന ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരാളെന്നുള്ള ലെവലിൽ ഞാൻ പറയുന്നത്. ഞാൻ ഒത്തിരി സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ്. സിനിമയുടെ ടെക്നിക്കൽ സൈഡ് ഒത്തിരി ഞാൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇതിനകത്ത് എവിടെയാണ് പ്രശ്നം. പിന്നെ ചിലയിടത്ത് കേൾക്കുന്നതാണ് അച്ചടിച്ചതുപോലത്തെ ഭാഷ. ഇപ്പം ഭാഷാ പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു കാര്യമാണ്. ഇതിനകത്ത് വരുന്ന ഹിന്ദിയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്, പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചതുപോലത്തെ അക്ഷരം ഇങ്ങനെ എഴുതി വെച്ച് പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ. അത് ചിലപ്പോൾ വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ മൂവി എന്നുള്ള ലെവലിലേക്ക് എത്തിക്കുമ്പോൾ, മാർക്കറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇന്ത്യക്കകത്ത് മൊത്തം അല്ലെങ്കിൽ മൊത്തം സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ കാണുന്ന സമയത്ത് അവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലേക്കുള്ള കാര്യമായിരിക്കും. കുറച്ചുകൂടെ ആ ഒരു സ്ലാങ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആൾക്കാർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റാതെ വന്നാലോ എന്നുള്ള ഭയം കൊണ്ടാവാം. മേ ബി അത് വളരെ നോർമലായിട്ട് ചെയ്തിട്ടുണ്ടാവുക. എന്നാലും എനിക്കത് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി എന്നുള്ളതാണ്. ഇനി നിങ്ങൾ തന്നെ പറ, ഈ ഹെയ്റ്റൊക്കെ ഇത്രയും വളരെ പ്രചണ്ഡമായിട്ടുള്ള ഹെയ്റ്റ് രാഷ്ട്രീയപരമായ വിമർശനത്തിന് അതീതരാണോ ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളൊക്കെ? അത് അവരുടെ ചരിത്രങ്ങളുടെ അകത്തുള്ള അവരുടെ പറഞ്ഞതെങ്കിൽ മറ്റവൻ്റെ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അടികൂടുന്നത് അത്ര നല്ല പരിപാടിയാണോ? ഇതിപ്പോൾ പറയുമ്പോഴേക്കും തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സ് എനിക്കും തെറിവിളി കിട്ടാൻ സാധ്യതയുണ്ട്. അതാണല്ലോ പറഞ്ഞത്, നിന്റെ തന്തയല്ലല്ലോ എൻ്റെ തന്ത എന്ന് ലാലേട്ടൻ പറഞ്ഞാൽ അത് മാസ്. അദ്ദേഹം കാല് പൊക്കണം, നിക്കർ കാണിക്കണം, നിക്കർ കാണിച്ച് കാല് പൊക്കിക്കൊണ്ടുവന്ന് ലാലേട്ടൻ പല്ല് കടിച്ചാൽ അത് മാസ്. അല്ലാതെ ലാലേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ ഒന്നിലധികം കഥാപാത്രങ്ങളുടെ റിയൽ സ്റ്റോറി, പിന്നെ ആ ഒരു ഗ്യാങ്ങിൻ്റെ പരിപാടികളൊക്കെ കാണിച്ചു തരുന്നതിനെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതല്ലാതെ എങ്ങനെ പറഞ്ഞു തരുമെന്ന്. സോ നിങ്ങളുടെ അഭിപ്രായത്തിൽ കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ വേണ്ടി വന്നത് ഗൈസ്. ബൈ.